Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുന്നേ ഇടതുമുന്നണി കളം നിറഞ്ഞു കഴിഞ്ഞു. വയനാട്ടിൽ ആനി രാജയെ ഇറക്കി കോൺഗ്രസ് വോട്ട് ബാങ്കിനെ ഇളക്കാൻ രണ്ടും കൽപ്പിച്ചാണ് നീക്കം. വടകരയിൽ കെ ശൈലജ ഇറക്കി കോൺഗ്രസിനെ പ്രതിരോധം തീർക്കുന്നു. ചിത്രം തെളിയുമ്പോൾ പോരാട്ടം കടുക്കും. സുജയ പാർവതി, ഇപ്പോൾ പോരാട്ടം കടുക്കും എന്നതിൻ്റെ സൂചനകളാണ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിലെ ആദ്യ ചിത്രം തെളിയുന്നതോടുകൂടി മനസ്സിലാവുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തമാണ്. 1-2 മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ BJP ആണ് ഇനി വരേണ്ട പട്ടിക. അതും ഏറെക്കുറെ നമുക്ക് ധാരണയുണ്ട്. പോരാട്ടം കടുക്കുമോ? BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ പല മണ്ഡലങ്ങളിലും അവർക്കിടയിൽ തന്നെ ഏത് പേര് എന്നുള്ളതിൽ ഒരു മത്സരം നടക്കുന്ന സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ വന്ന വാർത്തയും പത്തനംതിട്ടയിലടക്കം PS ശ്രീധരൻപിള്ള ഗവർണർ സ്ഥാനം ഒഴിഞ്ഞു വരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ പൂർണ്ണ ചിത്രമല്ല, ഒരു 75% മത്സര ചിത്രം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ വന്ന മത്സര ചിത്രം വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഡു ഓർ ഡൈ ബാറ്റിലാണ്. അതിപ്പോൾ കോൺഗ്രസിനായാലും CPIM-നായാലും LDF-നായാലും UDF-നായാലും അങ്ങനെ തന്നെയാണ്. കാരണം 2019 ഒരു ഭാഗ്യം കൊണ്ട് കിട്ടി എന്ന ഒരു പരിഹാസം UDF കേട്ടിരുന്നു ഇടതുപക്ഷത്ത് നിന്ന്. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായേനെ എന്നാണ് അന്ന് ഇടതുപക്ഷം ഊറ്റം കൊണ്ടതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആ ഒരു സിറ്റുവേഷൻ അല്ല. ശബരിമല പോലൊരു വിഷയം മുന്നിലില്ല. കൃത്യമായി രാഷ്ട്രീയ വോട്ടുകൾ രണ്ട് ഭാഗത്തേക്കും വരുന്നത്. ഒപ്പം NDAക്ക് അവർ അവകാശപ്പെടുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വോട്ട് വിഹിതം അവരുടെ പെട്ടിയിലേക്കും വീഴണം. അപ്പോൾ 2019 ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദി അല്ലെങ്കിൽ ആ ഒരു കളം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് യോജിക്കുന്ന സ്ഥാനാർത്ഥികളെന്ന് അതാത് പാർട്ടികൾ കരുതുന്നവരെയാണ് മത്സര രംഗത്തേക്ക് ഇറക്കുന്ന പതിവ് നമ്മൾ കാണുന്നത്. ഇത്തവണയും അതേ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ പട്ടികയെക്കുറിച്ച് ഇന്നലെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. ജില്ലാ സെക്രട്ടറിമാർ, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങി കയ്യിലുള്ളവരെ എല്ലാവരെയും ഈ പ്രതിച്ഛായ പോരാട്ടത്തിന് വേണ്ടി അവർ രംഗത്തിറക്കി കഴിഞ്ഞു. അതായത് പ്രതിച്ഛായ എന്ന് പറയുന്നത് കോൺഗ്രസിനേക്കാളും ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ് മെച്ചപ്പെടുത്തേണ്ടത്. കാരണം തുടർ ഭരണത്തിലൂടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2021 കിട്ടിയ തുടർ ഭരണം അത് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല, മറിച്ച് അർഹതപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കാൻ 2024 കൂടുതൽ സീറ്റുകളിലേക്ക് പോകേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രശ്നം അവരുടെ മുന്നിലുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് CPIM-നാണ് കോൺഗ്രസിനേക്കാളും. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 സീറ്റുകളിലേക്ക്, UDF-ന് 19 സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ തോമസ് ചാഴികാടൻ മാറിയതോടെ 18-2 എന്ന് പറയാമെങ്കിലും അപ്പോൾ മത്സരം കടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ജനപ്രിയ സർക്കാരാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി മാറാൻ പോവുകയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രതിച്ഛായ നല്ലതാണ് അല്ലെങ്കിൽ സർക്കാർ ജനപ്രിയമാണ്, അങ്ങനെയാണെങ്കിൽ സർക്കാരിന് അനുകൂലമായി LDF-ന് അനുകൂലമായി വോട്ട് പെട്ടിയിൽ വീഴും. അപ്പോൾ നേരത്തെ ഉണ്ടായ കനൽ ഒരു തരിയല്ല, ആളിക്കത്തുന്ന ഒരു തീജ്വാലയായി മാറാൻ LDF-ന് കഴിയും. അപ്പോൾ ആ തീജ്വാലയായി ആളിക്കത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നൽകുന്ന സൂചന ഒന്നാമത്തേത് സർക്കാർ ജനപ്രിയമല്ല, രണ്ടാമത്തേത് ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്തിനാണോ തുടർഭരണം തന്നത് അത് നിങ്ങൾ നിറവേറ്റിയില്ല, 2026 നിങ്ങൾ വോട്ട് ചോദിച്ച് വരേണ്ടതില്ല എന്നുള്ള ആദ്യത്തെ ഒരു വാർണിംഗ് അലാം ജനങ്ങൾ LDF-ന് മുന്നിൽ അടിക്കാൻ പോവുകയാണ്. കൃത്യമായി അവർക്ക് സീറ്റ് എണ്ണം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ. പിന്നെ വലിയ തോൽവിയിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴ കയ്യിൽ നിന്ന് പോകുന്നു, സപ്പോസ് ആലപ്പുഴ കയ്യിൽ നിന്ന് പോകുന്നു, UDF അവകാശപ്പെടുന്നത് പോലെ 20-20 അല്ലെങ്കിൽ NDA ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു, അവർ സീറ്റ് സ്വന്തമാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, ചിത്രത്തിലില്ലാതെ പോവുകയാണെങ്കിൽ അത് CPIM എന്ന പാർട്ടിയും ഒപ്പം LDF-ഉം നേരിടുന്ന വലിയ തകർച്ചയുടെ ഒരു തുടക്കമാകും. കാരണം ബംഗാളിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബംഗാളിൽ 35 വർഷത്തിൻ്റെ ഒരു ചരിത്രമാണ് മണ്ണിനടിയിലേക്ക് അങ്ങ് പോകുന്നത്. സംപൂജ്യരായി പോവുകയാണ് ഇടതുപക്ഷം. അങ്ങനെ ഒരു തിരിച്ചടിയൊക്കെ ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ ഇടതുപക്ഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പാതയിലേക്ക് കേരളം പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് മണ്ണിനടിയിലേക്ക് പോയി വിസ്മൃതിയിൽ ആകാതിരിക്കണം എങ്കിൽ ഈ 2024 അവർ നന്നായി പെർഫോം ചെയ്തേ മതിയാകൂ. അതിനുവേണ്ടിയാണ് അവർ കൃത്യമായി കരുത്തരായ സ്ഥാനാർത്ഥികളെ എങ്ങനെയും വോട്ട് വിഹിതം കൂട്ടുക, വോട്ടിൻ്റെ ശതമാനവും പ്രധാനപ്പെട്ടതാണ് ദേശീയ പാർട്ടി പദവിയിലേക്ക് അടക്കം നോക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നതും പ്രധാനമാണ്. അത് CPI-ക്കായാലും അങ്ങനെയാണ്. CPI അതുകൊണ്ടാണ്, തൃശ്ശൂരാണ് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം. അതുകൊണ്ടാണ് അവരവിടെ VS സുനിൽകുമാറിനെ തന്നെ ഇറക്കുന്നത്. മണ്ഡലത്തിലെ ജനപ്രിയത വോട്ടായി മാറി ശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ സുനിൽകുമാർ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് CPI-ക്കുള്ളത്. വയനാട്ടിൽ ദേശീയ മുഖമായ ആനി രാജയെ
ഇറക്കുന്നു. പക്ഷേ മത്സരം രാഹുൽ ഗാന്ധിയുമായാണ്. വിജയം എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം CPIക്ക് ഉണ്ടാകും. പിന്നെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രന് പാരമ്പര്യം അവകാശപ്പെടാമെങ്കിലും ഇക്കുറി പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേറാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ത്രികോണ പോരാട്ടത്തിലേക്ക് പോകുമോ എന്നുള്ളത് സ്ഥാനാർത്ഥി ആരാണ് എന്നത് മനസ്സിലാക്കിയാലേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു ഭരണത്തിന്റെ വിലയിരുത്തൽ, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതിന്റെ കൂടുതൽ മികച്ച ഒരു പ്രതിഫലനം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ മന്ത്രിസഭയാണ്. രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭ. നോക്കൂ, നമ്മുടെ സർവേ ഇപ്പോൾ 18 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരിടത്ത് പോലും രണ്ടാം പിണറായി സർക്കാർ കൊള്ളാമെന്ന് ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടിട്ടില്ല. അത് ജനങ്ങളുടെ, നമ്മൾ വലിയ സാമ്പിൾ സൈസ് ആണല്ലോ കളക്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴം എന്ന് പറയുന്നത് മോശമാണ് എന്ന ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിസഭയിൽ എന്താണ് കൊണ്ടുവന്ന മാറ്റം? പിണറായി വിജയൻ ഒഴികെയുള്ളവർ മാറട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ. പുതുമുഖങ്ങളെ നിരത്തിക്കൊണ്ട് ആ ഒരു മന്ത്രിസഭയ്ക്ക് ഒരു പുതുമോടി കൊണ്ടുവന്നെങ്കിലും ആ പുതുമോടി ജനം കണക്കിലെടുത്തില്ല. ഞങ്ങൾക്ക് പഴയ തോമസ് ഐസക് വേണമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാലത്ത്, ഞങ്ങൾക്ക് പഴയ KK ശൈലജ വേണമായിരുന്നു ആരോഗ്യമന്ത്രിയായി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ആ റീഡിംഗ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പദവി നോക്കാതെ എല്ലാ തുറുപ്പുചീട്ടും കളത്തിലേക്ക് CPIM ഇറക്കിയിട്ടുണ്ട്. കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കുന്നു. സിറ്റിംഗ് എംപിമാരിൽ ജനപ്രിയത കുറഞ്ഞവരുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം അത് രാഹുൽ ഗാന്ധി പ്ലസ് ശബരിമല, ഈ രണ്ട് ഘടകങ്ങൾ അനുകൂലമായതുകൊണ്ടാണ്. അത് രണ്ടും ഇത്തവണ കാര്യമായി പ്രതിഫലിക്കാത്തപ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിന് ആ ഭൂരിപക്ഷം, ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം അവിടെയാണ്. ജയിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഇത്തവണ ജയമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല. അപ്പോൾ ത്രികോണ പോരാട്ടത്തിലേക്ക് ചുരുങ്ങിയത് ഒരു 6-7 മണ്ഡലങ്ങളിലും വരും എന്നുള്ളതും അവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് ഹോൾസ് പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായി മാറും എന്നുള്ളത് ചിത്രം കുറച്ചുകൂടി കടുപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകാത്ത സ്ഥിതിക്ക് നമുക്കിതിൽ ഇത്രയും കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ പറയാം. CPIയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പോലും ഇന്നിപ്പോൾ ഒരു വ്യക്തത ലഭിച്ചതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഉദാഹരണത്തിന് CPMനെ പോലെ തന്നെ വളരെ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് CPI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 മാസം മുമ്പോ 6 മാസം മുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിത്വമായിരുന്നു. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ലഭ്യമായ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ വയനാട്ടിലാണ് ഏറ്റവും നല്ല പിക്ക് CPIയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ആനി രാജ രാഹുൽ ഗാന്ധിക്ക് ഒരു ഒത്ത പ്രതിയോഗിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അനിരാജ ഒരു കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വയനാട് ആഗ്രഹിക്കുന്നതൊരു മലയോര മേഖലയിലെ കർഷകയുടെ ശബ്ദമാണ്. അത് യഥാർത്ഥത്തിൽ ആനി രാജയ്ക്ക് നൽകാനാകും എന്നാണ് ഞാൻ കരുതുന്നത്. അനിരാജ പിന്നെ മാത്രമല്ല ആളുകളുമായിട്ടൊക്കെ തന്നെയും നന്നായി ഇടപഴകുന്നു. എനിക്ക് വ്യക്തിപരമായി ഞാൻ ഡൽഹിയിൽ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ARൽ വാർത്ത വായിക്കാൻ പോകുമായിരുന്നു. അന്നേരം എൻ്റെ കൊളീഗാണ്, മാത്രമല്ല കണ്ണൂർ ജില്ലക്കാരിയാണെന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പെട്ടെന്ന് ആളുകളുമായി ഇടപഴകാൻ കഴിയുന്ന ഒരു നേതാവാണ് ആനി രാജ എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും സുനിൽകുമാർ തൃശ്ശൂരിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ്. അരുൺ കുമാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല, പക്ഷേ മാവേലിക്കരയിൽ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരാണ് അരുൺ കുമാറിൻ്റെ. നോക്കൂ, ഇവിടെ ഞാൻ ആ വിഷയങ്ങളൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിയാണ്. CPIയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് CPM എങ്ങനെയാണോ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത് അവരുടെ ഏറ്റവും ലഭ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലയിൽ UDFൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാവശ്യമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഈ ലീഗിൻ്റെ 2 സീറ്റിൽ നിന്നുള്ള 3 സീറ്റിലേക്കുള്ള നമുക്കറിയാവുന്നതുപോലെ ലീഗ് അവർക്ക് മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന സീറ്റ് എന്ന് പറയുന്നത് വയനാട് സീറ്റാണ്. അല്ലെങ്കിൽ കണ്ണൂരില്ല. കണ്ണൂരിൽ ലീഗിൻ്റെ തന്നെ അസസ്മെൻ്റ് അനുസരിച്ച് കോൺഗ്രസിനാണ് വിജയസാധ്യത. അതുകൊണ്ട് കണ്ണൂർ അവർ തേടുന്നില്ല. സ്വാഭാവികമായിട്ടും കാസർഗോഡ് നേരത്തെ തന്നെ ലീഗിന് കൊടുത്ത സീറ്റാണ്. അവർ വേണ്ടാന്ന് പറഞ്ഞ് കോൺഗ്രസിനെ തിരികെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കാസർഗോഡ് അവർ ചോദിക്കുന്നില്ല. വടകരയും വലിയ ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് വടകരയും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആകെ ആഗ്രഹിക്കുന്നത് വയനാട് സീറ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലീഗിലെ സോഴ്സുമായി ഒക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ നമ്മളൊക്കെ കരുതിയതിനേക്കാൾ കൂടുതൽ
ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഈ മൂന്നാം സീറ്റിൻ്റെ തർക്കമുണ്ട് യഥാർത്ഥത്തിൽ. അത് ലീഗ് ഇടയ്ക്കിടെ പറയും. അത് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് ഇടയ്ക്കിടെ പറയേണ്ട കാര്യമൊന്നുമല്ല എന്നാണ്. തന്നെ നിൽക്കുന്നു, ഞങ്ങൾ ശക്തമായി നിൽക്കുന്നു അതിനകത്ത്. അപ്പോൾ ആ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ലീഗിന് ആ നിലയിലൊരു സമ്മർദ്ദം വരാനുള്ള കാരണമുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ലീഗ് നേതാക്കൾ പോകുമ്പോൾ അവിടെ നിന്നുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ഈ കേരള മുസ്ലിം എന്ന് പറയുന്നത് വളരെ മതേതരത്വ സ്വഭാവമുള്ള ഈ നമ്മളിപ്പം ഒരു ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുസ്ലിം ശബ്ദം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും കാണുന്നത് ഒവൈസിയുടെ ശബ്ദമാണല്ലോ. യഥാർത്ഥത്തിൽ ഒവൈസി ഒരു മുസ്ലിം ശത്രുവാണ് യഥാർത്ഥത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ, എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ. കാരണം ഒരുപക്ഷെ അമിത്ഷായുടെ ഒക്കെ കങ്കാണി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഒവൈസി എന്ന് പറയുന്നത്. വളരെ എവിടെയൊക്കെ ഉത്തരേന്ത്യയിൽ ഒരു മതേതര സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പോയി കൊളാക്കുന്ന ഒരാളാണ് ഒവൈസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് BJPയുടെ ഫണ്ടിങ് പോലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആ വടക്കേ ഇന്ത്യക്കാരായിട്ടുള്ള മതേതര മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് കേരളം പോലുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നിന്ന് കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടാകണം, മുസ്ലിം MP-മാർ ലോക്സഭയിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഗ്രഹം യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നേതാക്കളിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കാലത്തെ ആലോചന, എൻ്റെ അറിവനുസരിച്ച്, ഇതൊരുപക്ഷെ തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ, മുസ്ലിം ലീഗ് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള കൂടിയാലോചനകളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ? പൊന്നാനി, മലപ്പുറം, വയനാട്, കോഴിക്കോട്. ഇനി അഥവാ വയനാട് ഇല്ലെങ്കിൽ കോഴിക്കോടായാലും മതി ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അവർ വയനാട് ഇല്ലെങ്കിൽ കോഴിക്കോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നത് സംബന്ധിച്ച് അവർ അനലൈസ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വരെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നില്ല BJP. കോൺഗ്രസും ഈ BJPയുടെ ചുവട് പിടിച്ച് മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടുതലായി നിർത്തുന്നില്ല. മറ്റ് പാർട്ടികൾക്കും RJDയും സമാജ്വാദി പാർട്ടിയാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു സാധ്യത കൽപ്പിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക്. ഇത് അവിടെ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന നിലയ്ക്ക് കേരളം പോലെ മത്സരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഒന്ന് മുസ്ലിം മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അവിടെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇവരെ യഥാർത്ഥത്തിൽ വൈകാരികമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലപാടെടുപ്പിക്കാനുള്ള കാരണം. പരസ്യമായിട്ടൊന്നും പറയില്ല. നമുക്കറിയാവുന്നതുപോലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നണി വിടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് ദേശീയ തലത്തിൽ. അപ്പോൾ പരസ്യമായിട്ടൊന്നും അക്കാര്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയായി. LDFൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏറ്റവും മികച്ച അവർക്ക് ലഭ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവർ നിർത്തുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം 19 MP-മാരുണ്ടായിരുന്നിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊന്നും ഒരു പ്രശ്നമാകാൻ പാടില്ല സാധാരണഗതിയിൽ. കാരണം നമ്മുടെ മുന്നിൽ കഴിഞ്ഞ 5 വർഷം തന്നെ ഇവർ തന്നെയാണ് സ്ഥാനാർത്ഥികളാവുക എന്നത് സംബന്ധിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ LDFൽ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് നമുക്കറിയാം. UDFൽ പക്ഷേ അക്കാര്യത്തിലൊരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല എന്നു മാത്രമല്ല അതിലെ ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും തമ്മിൽ വളരെ സങ്കീർണമായിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ട് വരാൻ ജൂലൈ മാസം. പക്ഷേ അതുപോലും ഇന്ന് ലീഗിന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ലാത്ത സ്ഥിതി. ഇനി അഥവാ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇനി അഥവാ 2 സീറ്റിൽ തന്നെ ലീഗ് ചുരുങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ ചുരുങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് മലബാറിലെ സീറ്റുകളുണ്ടല്ലോ, ബാക്കിയുള്ള സീറ്റുകളുണ്ടല്ലോ, അവിടെയൊക്കെ തന്നെയും മുസ്ലിം വോട്ടുകൾ ചോരാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ലീഗിൻ്റെ വോട്ടുകളായിരിക്കും ചോരുക എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയും പൊന്നാനിയിൽ KS ഹംസയെ നിർത്തിയിട്ട് സമസ്തയിലേക്ക് എന്തോ പാലമിട്ടു എന്ന്. ഒന്നുമില്ല കേട്ടോ. അതിലൊന്നും വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. KS ഹംസയൊന്നും ആ നിലയിൽ വോട്ടൊന്നും LDFലേക്ക് കൊണ്ടില്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഘടകത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ 2019 ലീഗിൻ്റെ വോട്ട് ശതമാനം എത്രയാണ് കേരളത്തിൽ? ഞാൻ മനസ്സിലാക്കുന്നത് 6% താഴെയാണ്. 5% അടുത്താണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ 2ആണ്. CPIക്ക് കിട്ടിയിരിക്കുന്നത്
സമാനമാണ്, 6%. പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്, മത്സരിക്കാൻ കിട്ടിയ സീറ്റുകൾ 4ആണ്. പലപ്പോഴും ഇതാണല്ലോ നമ്മളൊരു ഇക്വേഷനായിട്ട് ഉപയോഗിക്കുന്നത്. ലീഗിന് എന്തുകൊണ്ട് 2 കിട്ടുന്നു, എന്തുകൊണ്ട് CPIക്ക് 4 കിട്ടുന്നു, ഈ ചോദ്യമാണ്. ഈ ചോദ്യം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗ് അതിൽ പിന്തുടരുകയാണെങ്കിൽ, നേരത്തെ MP നികേഷ് കുമാർ പറഞ്ഞതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതിൽ വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യത, മറ്റു ചില മണ്ഡലങ്ങളിലെങ്കിലും അത് LDFന് അനുകൂലമായിട്ട് ആ വോട്ട് മാറും. ചുരുങ്ങിയത് വടകരയിലെങ്കിലും അത് ദോഷം ചെയ്യുമെന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും കാണുന്നത്. അതാണ് ആ വിഷയത്തിൽ കെ മുരളീധരൻ്റെ ആദ്യ പ്രതികരണം ഉണ്ടാവുന്നത്. 3ാമത്തെ സീറ്റ് എന്നുള്ളത് ന്യായമാണ് എന്ന് പറയുന്നു. ഇപ്പുറത്ത് MM ഹാസൻ അതിൽ നിന്ന് തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ പൊളിറ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ്, അത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായൊരു ഗുണം ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കില്ല. മോദിക്കെതിരായിട്ടുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലീഗ് ആ വിഷയത്തിൽ ഒരു പക്ഷേ പിന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നോട്ട് പോകണമെന്നുള്ളതാണ് ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ നിലപാട്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ ആനി രാജ മത്സരിക്കാൻ വരുന്നു. ആനി രാജ മത്സരിക്കാൻ വരുമ്പോൾ വയനാട് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്ന് ഒരു സംശയം എനിക്കുണ്ട്. ദേശീയ നിർവാഹക സമിതി അംഗമാണ് ആനി രാജ. കഴിഞ്ഞ 2019 ശരി, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് മത്സരിക്കാൻ വന്നത് ശരിയല്ല. അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്, അത് UDFൻ്റെ സീറ്റാണ്. അവിടെ മത്സരിക്കുന്നതിനകത്ത് ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് പറയാം. 2 ദേശീയ നേതാക്കളാണ്, ഇന്ത്യ മുന്നണിയുടെ 2 ദേശീയ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നു. മാത്രവുമല്ല, ഈ വരാൻ പോകുന്ന 3-ാം തീയതി പട്നയിൽ ഒരു ജനവികാസ് റാലി നടക്കുകയാണ്. ആ ജനവികാസ് റാലിയിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നിൽക്കുന്നത് D രാജയാണ്. ഇവിടെ മത്സരിക്കുന്നത് ആനി രാജ. മാത്രമല്ല അവിടുത്തെ മഹാഗഡ്ബന്ധനിൽ CPIക്ക് ഒരു സീറ്റുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ വയനാട്ടിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ആനി രാജയുടെ ചോയ്സ് ആ രീതിയിൽ നിങ്ങൾ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുമെന്നൊരു നിലപാട് എനിക്കുണ്ട്. അത് MP നികേഷ് കുമാർ അതെങ്ങനെയാണ് ശരിയാവുക? അത് CPIയുടെ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ. ഞാൻ അടുത്ത ഘട്ടത്തിൽ അല്ല, CPIയുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അത് കോൺഗ്രസിന്റെ പരാധീനതയാണ്. അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. ശരി, അത് കോൺഗ്രസിന്റെ സീറ്റാണ്. വൈ CPI is contesting a national leader there? വിചിത്രമായ വാദം. അതല്ല, നിങ്ങൾ നോക്കൂ, ഇത് ഔദാര്യത്തിന്റെ കാര്യമല്ല എത്രയോ കാലങ്ങളായി മത്സരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആ സീറ്റിൽ വിജയിച്ച് കാണിക്കൂ. അതൊരു കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. സിറ്റിംഗ് MP ആയി മത്സരിക്കാൻ സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ദേശീയ നിർവാഹക സമിതി അംഗത്തെ നിർത്തുന്നത്. അത് പോട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ ജിഗ്നേഷ് മേവാനിയെ നിർത്താൻ തീരുമാനിച്ചത്? അതിലാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെ എന്താ പരസ്പരം മത്സരിക്കാത്തത്? അപ്പോൾ സോ ദ പിക്ചർ ഈസ് വെരി ക്ലിയർ. ഇവിടെ കേരള രാഷ്ട്രീയത്തിനെ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല. മെസ്സേജ് ഈസ് ലോസ്റ്റ്. ആ സന്ദേശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്ത്രീ സാന്നിധ്യം. ഇപ്പോൾ ആനി രാജ വരുന്നതോടുകൂടി ഏറ്റവും വിന്നബിലിറ്റി കുറഞ്ഞ കാൻഡിഡേറ്റാണ് ആനി രാജ. അവിടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ 3ാമത്തെ സ്ഥാനാർത്ഥി എത്തുന്നത്. മൊത്തമുള്ള 3 സ്ഥാനാർത്ഥികളിൽ 2 പേരും വിന്നബിലിറ്റി ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ്. ഒന്ന് എറണാകുളത്തെ KJ ഷൈൻ, മറ്റൊന്നുള്ളത് വയനാട്ടിൽ ആനി രാജ. അപ്പോൾ സ്ത്രീപക്ഷ കേരളം എന്നുള്ളത് ടാഗ് ലൈനിലേ ഉള്ളൂ. അങ്ങ് ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ സമത്വം ഒന്നും വിഷയമല്ല എന്ന നിലപാടിലേക്ക് എത്തും. അപ്പോൾ ആ വിന്നബിലിറ്റിക്ക് എന്താണ് ഇടതുമുന്നണി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റുന്നത്? വിന്നബിലിറ്റിക്കുള്ള ഒരൊറ്റ തിയറിയേ ഉള്ളൂ, പോപ്പുലാരിറ്റി. ആ പോപ്പുലാരിറ്റി ടാപ്പ് ചെയ്ത് വിന്നബിൾ ആവുക എന്നതാണ്. അതിൽ ഇടതുമുന്നണിയുടെ പ്രത്യയശാസ്ത്രം ആ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. എങ്കിൽ പോലും ആ ചോദ്യം അവിടെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ BJP നോട്ടം വയ്ക്കുന്ന സീറ്റുകളുണ്ടല്ലോ. അതിൽ തൃശ്ശൂരെ സീറ്റ്, അവിടെ VS സുനിൽകുമാറും TN പ്രതാപനും തമ്മിലുള്ള കനത്ത പോരാട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ സർവേ ഫലം വന്നിട്ടില്ല. എങ്കിൽ പോലും ഗ്രൗണ്ടിൽ അത് BJP ക്യാമ്പുകളിൽ വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ രാജാജി ആവുന്നത് കൊണ്ടാണ് മറുഭാഗത്ത് TN പ്രതാപന് അത്രയും വലിയ വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുന്നത്. TN പ്രതാപൻ ഒരു ചെറിയ മീനല്ല, ഇപ്പുറത്ത് VS സുനിൽകുമാറും ആ രീതിയിൽ ഹോൾഡ് കുറഞ്ഞ ആളല്ല. അവിടെയാണ് NDAയുടെ കണ്ണുകൾ ശക്തമാകുന്നതും. തൃശ്ശൂർ ഇപ്പോഴും NDAക്ക് ഒരു വിന്നബിളായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ മാറുന്നു. അതാണ് തൊട്ട് മുമ്പ് PR ശിവശങ്കർ പറഞ്ഞത്. അനാലിസിസ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ എന്താണോ ഈ CPIയും ലീഗ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ളൊരു വിള്ളൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുമ്പോൾ അവിടേക്കുള്ള ഒരു കടന്നുകയറ്റം BJP ആഗ്രഹിക്കുന്നുണ്ട്. അത് BJPക്ക് സാധ്യമാണെന്ന് അവർ കരുതുന്നു. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഇനി 3ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങൾ എന്തായിരിക്കും? കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളാണോ അതോ സംസ്ഥാന സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി ആയിരിക്കുമോ? ആൻറ്റി ഇൻകംബൻസിയാണ് ചർച്ചയാവുന്നതെങ്കിൽ
ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പോപ്പുലാരിറ്റി വേഴ്സസ് ആൻറ്റി ഇൻകംബൻസി എന്നുള്ളതാണ്. CPM നിർത്തിയിരിക്കുന്ന ജനപ്രിയതയുള്ള നേതാക്കൾക്ക് ആൻറ്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിൻ്റെ മറികടക്കാൻ കഴിയുമോ? ഈ ചോദ്യമാണ്. പക്ഷേ അപ്പോഴും 7 മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കുകയാണ്. 13,000 കോടിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. വയനാട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ ബിഷപ്പ് പാംപ്ലാനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരിട്ട് പിണറായി വിജയനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഊരി പിടിച്ച കത്തിയുമായി പോകുന്നത് പോലെയല്ല ഈ പറയുന്ന കടുവയുടെയും പുലിയുടെയും ഒക്കെ ഇടയിലൂടെ ഒറ്റക്കൊമ്പൻ്റെ ഇടയിലൂടെ നടക്കുന്നത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അവിടെയും വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഒരു ആൻറ്റി ഇൻകംബൻസി സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ മുന്നണി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് അക്കാര്യത്തിൽ നമ്മൾ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ട്. വിന്നബിലിറ്റി നമുക്ക് തീർച്ചയായും ചർച്ച ചെയ്യാം. അത് ഓരോ മണ്ഡലത്തിലെയും സ്വിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. പോരാട്ടം കനക്കും. ഇന്നിപ്പോൾ CPയിൽ നിന്ന് തുടങ്ങിയാണെങ്കിൽ CPI അവർക്ക് സാധ്യമായ, നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, അവർക്ക് സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുന്നു. പന്ന്യൻ നമുക്കറിയാം നേരത്തെ പലതവണ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ് പോയ നേതാവാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പിൽ നിന്ന് മാത്രമല്ല സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അല്പം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത് വേറെ പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നോട്ട് വയ്ക്കാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നേരത്തെ GR അനിലിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ 2005 PKVയുടെ മരണശേഷം പന്ന്യൻ രവീന്ദ്രൻ ജയിച്ച തെരഞ്ഞെടുപ്പ്, അതിനുശേഷം അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്താണ് CPI പോയിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്നു. ആ മാറിയിരിക്കുന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ പന്ന്യനാണോ യോജിച്ച സ്ഥാനാർത്ഥി എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ അതല്ലാതെ CPIയെ സംബന്ധിച്ച് മറ്റു വഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ഒട്ടും ശക്തിയായ സ്ഥാനാർത്ഥിയല്ല ആനി രാജ എന്ന്. എങ്ങനെ വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ ഏറ്റവും സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, ദേശീയ നേതാവാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രതികരിക്കുന്ന, ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന നേതാവാണ്. മണിപ്പൂരിലടക്കം പോയി റിപ്പോർട്ട് തയ്യാറാക്കിയ നേതാവാണ്. അറിയാലോ, രാഹുലിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ്. പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ മത്സരിക്കില്ല എന്നല്ലല്ലോ. കേരളത്തിലെ സാഹചര്യം വേറെയാണല്ലോ. ഇവിടെ രാഹുൽ മത്സരിക്കുന്ന വയനാട്ടിൽ മാത്രം മറ്റൊരു സാഹചര്യം കാണണമെന്ന് എങ്ങനെയാണ് പറയുക? രാഹുൽ അവിടെ മത്സരിക്കരുത് എന്ന് ബിനോയ് വിശ്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പലതവണ പറഞ്ഞു രാഹുൽ മത്സരിക്കാൻ പാടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന്. പക്ഷേ അവർക്കും അറിയാം അവിടെ മത്സരിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ദേശീയ പാർട്ടി ലെവൽ നഷ്ടപ്പെട്ട പാർട്ടിയാണ് CPI. അപ്പോൾ അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. അപ്പോൾ അതാത് പാർട്ടികൾ അതാത് സാഹചര്യം നോക്കുന്നു. തൃശ്ശൂരിലെ കാര്യം, ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയല്ലേ തൃശ്ശൂരിനെ സംബന്ധിച്ച് CPI നിർത്തിയിരിക്കുന്നത്. അവിടെ ത്രികോണ മത്സരമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ നേരത്തെ TN പ്രതാപൻ അവിടെ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ് ഒഴിഞ്ഞിരുന്നു നേരത്തെ പാർട്ടി നേതൃത്വത്തോട്. പിന്നീടാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി വന്നത്. അപ്പോൾ അവിടെ ശക്തമായ മത്സരമുണ്ട്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുമ്പോൾ അത് ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നീടുള്ളത് ഏതാണ്? മാവേലിക്കരയിലും യുവ നേതാവാണ്, ദളിത് റൈറ്റ് പറഞ്ഞു വരുന്ന നേതാവാണ്, AYFൻ്റെ നേതാവാണ്, P പ്രസാദിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടുത്തെ ശക്തനായ നേതാവാണ്, നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന നേതാവാണ്. CPIയെ സംബന്ധിച്ച് അവർക്ക് സാധ്യമായ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയിരിക്കുന്നു. CPM ആയാലും മുതിർന്ന നേതാക്കളെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പടി മുന്നോട്ട് ഇടതുപക്ഷം പോയിരിക്കുകയാണ്, LDF എത്തിയിരിക്കുന്നു. അപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ സിറ്റിംഗ് MP തന്നെ മത്സരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യത്തിൽ സംശയമുണ്ട് അല്ലേ? ആലപ്പുഴയിൽ ആരാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ സംശയമായി നിൽക്കുന്നത്. കണ്ണൂരിൻ്റെ കാര്യം സംശയം. കണ്ണൂർ പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സുധാകരനായിരിക്കുമെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന 3-ാം സീറ്റ് എന്ന വിഷയമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി തന്നെ നിലപാടിൽ മാറ്റമില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. ഹൈക്കമാൻഡ് ഇടപെടും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പിന്നെ K മുരളീധരൻ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് M ഹസൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സീറ്റിന് അവകാശമുണ്ട് ലീഗിനെന്ന് പറഞ്ഞാൽ അത് മുരളീധരൻ്റെ അഭിപ്രായമായിരിക്കും എന്ന് ഹസൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചകളിലൂടെ ഒരു പക്ഷേ ലീഗ് ചിലപ്പം പിന്നാക്കം പോയേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും ഓഫർ വന്നുകൊണ്ട് അങ്ങനെ മാറാനാണ് സാധ്യത. കാരണം രാഷ്ട്രീയ സാഹചര്യം, ദേശീയ തലത്തിലെ സാഹചര്യം അതൊക്കെ ലീഗിനും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ MV നികേഷ് കുമാർ പറഞ്ഞ പോലെ വയനാട് വേണം, രാഹുൽ ഇല്ലെങ്കിൽ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. രാഹുൽ ഉള്ളപ്പോൾ വയനാട് എന്നൊരു അഭിപ്രായം ലീഗിനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ആ രൂപത്തിൽ നിൽക്കുമോ ലീഗ്? അത്രയും ഉറച്ച നിലപാട് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി ഉള്ള ഘട്ടത്തിൽ പിന്നെ കോൺഗ്രസിനെ വിട്ടുകൊണ്ട് മറ്റൊരു നിലപാടിലേക്ക് ലീഗ് പോകുമോ? രാഹുൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ലീഡ് ചെയ്യുന്നത് ആരായിരിക്കും? K സുധാകരനായിരിക്കും.
രാഹുലാണല്ലോ ലീഡ് ചെയ്യുന്നത്. അതെ. രാഹുലിന്റെ ഫിഗറിലാണല്ലോ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. വയനാട്ടിൽ രാഹുൽ ഇല്ലെങ്കിൽ ലീഗ് എന്ന് മാത്രമേ ലീഗ് പറഞ്ഞിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഘടകം. പിന്നെ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയുടെ പട്ടിക ഇങ്ങോട്ട് തരണം, ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ടയുടെ കാര്യത്തിൽ പത്തനംതിട്ട പി സി ജോർജ് ദേശീയ നേതൃത്വവുമായി നേരിട്ട് ചർച്ച നടത്തി ആ രൂപത്തിൽ പാർട്ടിയിലേക്ക് വരുന്നു. പി സി ജോർജിനെ വെട്ടാൻ ഇവിടെ നിന്ന് ശ്രീധരൻപിള്ളയുടെ പേര് കൊടുക്കുന്നു. അത് ചിലപ്പോൾ സ്വീകരിക്കപ്പെട്ടേക്കാം, ഇല്ലായിരിക്കാം. ഞാൻ പറയുന്നത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഒരു ഭിന്നത പ്രകടമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാണ്, പ്രധാനമന്ത്രി അവിടെ എത്തി പ്രസ്റ്റീജ് മണ്ഡലമായി കണ്ടുകൊണ്ട് അവിടെ പ്രചാരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് എത്രത്തോളം വോയിസ് ഉണ്ട് എന്നൊരു പ്രശ്നം ഈ ജയശങ്കറിന്റെ കാര്യത്തിൽ പദയാത്രയുടെ കാര്യത്തിൽ, പാട്ടിന്റെ കാര്യത്തിൽ. അതെ, ആ പാട്ടിന്റെ കാര്യത്തിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി തന്നെ കേന്ദ്രമന്ത്രി ജാവ്ദേക്കർ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രൂപത്തിൽ, ഇതാണ് ഇവിടുത്തെ പാർട്ടി വളരാത്തതിന് കാരണം ഇവിടുത്തെ പാർട്ടി തന്നെയാണെന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ള നിസ്സഹായാവസ്ഥ. സ്മൃതിക്ക് എന്തോ ഒരു വിഷമമുള്ള എനിക്കോ? പാർട്ടിക്ക് വിഷമം. ഞാൻ അവരുടെ നിസ്സഹായാവസ്ഥ നോക്കൂ, ഇന്നിപ്പം CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക തുടങ്ങുമ്പോൾ നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ കണക്ക് ലഭ്യമായ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. നിശ്ചയമായും 2005 തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ PK വാസുദേവൻ നായരുടെ മരണാനന്തരം മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. അത് കരുണാകരൻ എന്നുള്ളതാണ്. അതായത് DIC ഇഫക്റ്റ് ഉണ്ട് അതിനകത്ത്. കരുണാകരൻ, അത് നമുക്ക് അന്നത്തെ ആ പത്രങ്ങളിലെ വന്ന പടവും ഉണ്ടല്ലോ. അതായത് ഈ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം പന്ന്യൻ രവീന്ദ്രൻ പോയി കരുണാകരനെ കണ്ട് ലഡു കൊടുക്കുന്നൊരു കാഴ്ചയുണ്ട്. അത് മാത്രമല്ല, അത് എറണാകുളത്തും സംഭവിച്ചു. ജോർജ് ഈഡന്റെ മരണത്തിന് ശേഷം സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ചതും ആ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ടെലിവിഷൻ നോക്കിയാൽ മതി എന്ന് അന്ന് കരുണാകരൻ പറഞ്ഞു. അത് ടെലിവിഷൻ അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നമായി. ടെലിവിഷൻ കാണാറുണ്ടല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് 2005 ആ തെരഞ്ഞെടുപ്പിലെ പന്ന്യൻ വിജയിച്ചു വന്ന രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നായിരുന്നു. അതിനുശേഷം പിന്നെ കോൺഗ്രസ് തുടർച്ചയായിട്ട് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പന്ന്യൻ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത് വയനാടാണ്. വയനാട് ആനി രാജ ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നില്ല. വളരെ പതറ്റിക്കായിരിക്കും ആനി രാജയുടെ അവിടുത്തെ പെർഫോമൻസ്. കാരണം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാമുദായിക സമവാക്യങ്ങൾ അപ്രകാരം UDFന് വളരെയധികം അനുകൂലമായിരിക്കുന്ന മറ്റൊരു മണ്ഡലം ഇല്ലാതിരിക്കുമ്പോൾ ആനി രാജയെ പോലൊരാൾ അവിടെ വന്ന് മത്സരിച്ചാൽ ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഒരു സംസ്ഥാന നേതാവിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആനി രാജയ്ക്ക്. ആനി രാജ ഈ പറഞ്ഞ കണക്ക് നമ്മുടെയൊക്കെ നല്ല സുഹൃത്താണ്. എങ്കിൽ കൂടിയും അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ അർത്ഥത്തിൽ വയനാടിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന CPIയുടെ ലിസ്റ്റ് നിരാശാജനകമാണ്. ഇനിയുള്ളത് സുനിൽകുമാറാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുനിൽകുമാർ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. സുനിൽകുമാർ ഈ കാര്യത്തിൽ ഒരു വലിയ ഫൈറ്റ് തൃശ്ശൂരിൽ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിൽ നല്ല പിന്തുണയുള്ള ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ അത് TN പ്രതാപനോടൊപ്പം വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുമുണ്ട്. ഇനി നാലാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നത് അരുൺകുമാർ മാവേലിക്കരയിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കാരണം ഈ പട്ടികയിൽ അത്ര പോപ്പുലർ അല്ലാത്തതും എന്നാൽ മാവേലിക്കര പോലൊരു കോൺസ്റ്റിറ്റുവൻസിയിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള നേതാവാണ് CA അരുൺകുമാർ. അതിനുള്ള കാരണം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ മാവേലിക്കരയിൽ അതിശക്തമായൊരു വികാരം കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CA അരുൺകുമാറാണ്. ഇതാണ് ഇന്നത്തെ വന്ന CPI ലിസ്റ്റിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഏത് നിലയ്ക്ക് നമ്മുടെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുകൂടി ഒന്ന് ചർച്ച ചെയ്ത് പോകണമല്ലോ. ഇന്ന് സുപ്രധാനമായ 2 സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു സമുദായത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഒന്ന്, താമരശ്ശേരി, മാനന്തവാടി, തലശ്ശേരി രൂപതകൾ വയനാട്ടിൽ വലിയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നമ്മൾ അല്പം മുമ്പ് കേട്ടല്ലോ പാമ്പളാനി പിതാവിൻ്റെ പ്രസംഗം. ഊരിപ്പിടിച്ച വാളിന് എതിരായിട്ടല്ല, ഒറ്റക്കൊമ്പനും ഇരട്ടക്കൊമ്പനും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ നടന്നതെന്നുള്ളത്. അത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ളൊരു സമരപ്രഖ്യാപനമാണ്, ഒരു ഡെവലപ്മെൻറ്റാണ് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട്. ഇന്ന് ദീപിക പത്രം ഇറങ്ങിയത് അതിൻ്റെ ഫ്രണ്ട് പേജിൽ 99 പേരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ്. എൻ്റെ ടൈറ്റിൽ ഇവർ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു വലിയ ക്യാമ്പയിൻ ആ സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് കൂടിയുണ്ട്. ഇന്ന് ചർച്ച് ബില്ലിനെതിരായിട്ട് ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് ബാവ. ഞാനിതിനെ വളരെ ഗൗരവതരമായൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. ക്രിസ്തീയ സമുദായം ഒരു വോട്ട് ബാങ്കാണെന്നേ, 10-20% വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരപ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അത് ഈ വരും നാളുകളിൽ എങ്ങനെ സംസ്ഥാന സർക്കാരും CPM ഒക്കെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് 2 മണ്ഡലങ്ങളിൽ നിർണായകമാകും. ഒന്ന് കോട്ടയം, 2 പത്തനംതിട്ട. ഈ 2 മണ്ഡലങ്ങളിലും
ഈ പറയുന്ന സമുദായങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ യാക്കോബൈറ്റ്സിനും വലിയ അടുപ്പമില്ല. ഇപ്പോൾ ചർച്ച് ബില്ല് കൊണ്ടുവന്ന് യാക്കോബൈറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ പുതുപ്പള്ളിയിൽ അവരത് എതിരായി നിന്നു എന്നുള്ളത് നമ്മൾ കാണണം. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ പിന്നെ ഭൂരിപക്ഷം കുറയുന്നത് ജാക്കോബൈറ്റ്സിൻ്റെ പിന്തുണ ജെയ്ക്സി തോമസിന് കിട്ടിയതുകൊണ്ടാണ്. ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. അപ്പോൾ ജാക്കോബൈറ്റ്സിനെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓർത്തഡോക്സിന് വലിയ പ്രതിഷേധവുമുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന വന്യജീവിയും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കുടിയേറ്റ കർഷകരുടെ പ്രശ്നം. ഇടുക്കിയിലും അതൊരു ഭയങ്കര ഘടകമായിട്ട് വരും. ഇടുക്കി അല്ലെങ്കിൽ തന്നെയും കോൺഗ്രസിനൊരു വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ ചോദ്യമുണ്ടല്ലോ, ഈ പോരാട്ടം കടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പോരാട്ടം കടുക്കും. കാരണം 2019 സാഹചര്യത്തിൽ നിന്ന് അല്പമൊക്കെ വേറിട്ട സാഹചര്യമാണ് 2024 രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾ സ്വാഭാവികമായും എതിരാകാൻ സാധ്യതയുള്ളത് സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി സർക്കാർ വിരുദ്ധ തരംഗം ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതും ഇത്തരം സമുദായങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് തന്നെ വരും. അതിനകത്ത് പിന്നെയുള്ളൊരു കാര്യം ഈ ലീഗിൻ്റെ പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ കോഴിക്കോട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കോൺഗ്രസ്സിന് കോഴിക്കോടാണല്ലോ ഒരു സാധ്യതയുള്ളത്. വയനാട് എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സ്ഥിതിക്ക് അവരവിടെ ഒരു ക്ലെയിം വെക്കില്ല. കോഴിക്കോട് MK രാഘവൻ തുടർച്ചയായി വിജയിക്കുകയും രാഘവൻ അവിടെ വലിയൊരു ജനപിന്തുണയുണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ള ഘടകം കൂടി കണക്കിലെടുക്കുമ്പോൾ പിന്നെ മത്സരിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് വടകരയാണ്. വടകരയിൽ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ശക്തമായി നിൽക്കുന്നുണ്ട്. അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇക്കുറി എന്തായാലും ലീഗ് അത്തരത്തിലൊരു കടുംപിടുത്തം പിടിക്കുമെങ്കിൽ കൂടിയും അവർക്ക് അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ അത് ഏതെങ്കിലും നിലവാരത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട് ചോർച്ച UDF ഉണ്ടാക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇക്കുറിയും കോൺഗ്രസ് തന്നെയാണ് സ്വാഭാവിക സഖ്യകക്ഷിയായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗ് കാണുക, മുസ്ലിം അണികൾ കാണുക. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെയും ഇപ്പോഴത്തെ രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ട് ബാങ്ക് അനുകൂലമായി നിൽക്കുന്നത് UDFനായിരിക്കുന്നത് കൊണ്ടും അതിശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം സംസ്ഥാനത്തുടനീളം നിൽക്കുന്നത് കൊണ്ടും ഞാനൊരു 4 മണ്ഡലങ്ങളിലെ പോരാട്ടം ശക്തമാകും എന്ന് കാണുന്നുള്ളൂ. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാവേലിക്കരയാണ് തെക്കൻ കേരളത്തിൽ. പിന്നെ കോട്ടയത്താണ്. കോട്ടയത്ത് കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഞാൻ വിചാരിക്കുന്നൊരു മണ്ഡലം ആലത്തൂരാണ്. ആലത്തൂർ നല്ലൊരു പോരാട്ടം രാധാകൃഷ്ണൻ വരുന്ന വഴി നടക്കും. വടകരയാണ്, ശൈലജയാണ്. അങ്ങനെ 4 മണ്ഡലങ്ങളിലാണ് അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു 11 മണ്ഡലങ്ങളിലെങ്കിലും ഏകപക്ഷീയമായി കോൺഗ്രസിന് മുൻകൈയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, എറണാകുളത്തുണ്ട്, ചാലക്കുടിയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, പിന്നെ ഉറപ്പായിട്ടും മലപ്പുറം, പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിലുണ്ട്. പത്തനംതിട്ട ഈ പുതിയ സാഹചര്യത്തിൽ വളരെ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. പാലക്കാടുണ്ട് ഓഫ് കോഴ്സ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 11ഓളം മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായ മുൻകൈ കോൺഗ്രസിന് ഓൾറെഡി ഉണ്ട്. 4 മണ്ഡലങ്ങളിൽ CPMന് സാധ്യതയുണ്ട്. പിന്നെ ഒരു ചാഞ്ചാട്ടം നടത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ട് ഞാൻ കരുതുന്നത് ആറ്റിങ്ങലൊരു കണ്ണൂർ ആറ്റിങ്ങൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 11ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഏകപക്ഷീയമായി സാധ്യതയുണ്ട്. 4 മണ്ഡലങ്ങളിൽ CPMന് സാധ്യതയുണ്ട്. പിന്നെ ആടി ഉലയുന്നൊരു 4-5 മണ്ഡലങ്ങളിൽ നിൽക്കുന്നു. അപ്പം പോരാട്ടം മുറുകുക തന്നെയാണ്. അതിൽ പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ അപ്പർ ഹാൻഡിലേക്ക് കോൺഗ്രസിനെ നയിക്കുമോ, സംസ്ഥാനത്തെ സാഹചര്യത്തെ നയിക്കുമോ എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ അരുൺ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചാണ്. നോക്കൂ, കേരളം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ബാസ്റ്റനാണ് അല്ലേ? ആ സ്ഥലത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM ഘടകകക്ഷിയല്ല, CPI ഘടകകക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPIക്കെതിരെ അതിൻ്റെ പരമോന്നത നേതാവ് വന്ന് മത്സരിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നോൺസെൻസാണ്. ആദ്യ ദിവസം മുതൽ പറയുന്നൊരു കാര്യമാണ് ഞാനിത്. ഈ പൊളിറ്റിക്കൽ നോൺസെൻസ് ഇവിടെ നടപ്പാക്കിയിട്ട് CPI അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നൊരു നിലപാടെടുക്കുന്നത് വിചിത്രമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. 1. 2, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന മണ്ഡലം അദ്ദേഹം ചൂസ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇനി തെക്കേ ഇന്ത്യയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കൂടി കോൺഗ്രസിനെ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ
സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത കന്യാകുമാരി സീറ്റുണ്ട്, അല്ലെങ്കിൽ കർണാടകത്തിലെ ഏത് ലോക്സഭാ സീറ്റിലും രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാവുന്നതാണ്. കർണാടകത്തിലൊക്കെ മത്സരിച്ചാൽ കുറച്ചുകൂടി ഒരു റിപ്പിൾ എഫക്റ്റ് സ്വാഭാവികമായും മറ്റ് മണ്ഡലങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്കറിയാം. കന്യാകുമാരി മത്സരിക്കുകയാണെങ്കിൽ അത് കേരളത്തെയും ഗുണം ചെയ്യും, തമിഴ്നാടിനെയും ഗുണം ചെയ്യും. ഇവിടെ വന്ന് അരിവാൾ കതിർ ചിഹ്നത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഞങ്ങളും ലെഫ്റ്റും തമ്മിൽ പലയിടങ്ങളിലും എതിരായി മത്സരിക്കുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിക്കാം. ഇത്തവണ സൗഹൃദ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, അതിലെ ഘടകകക്ഷിയായ CPI പരസ്പരം ഏറ്റുമുട്ടുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ദേശീയ തലത്തിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ നിതീഷ് കുമാറും അതുപോലെ തന്നെ RLD ഒക്കെ ഈ ഇന്ത്യ മുന്നണി വിട്ടുപോയപ്പോൾ അത് ഏതാണ്ട് ദുർബലമായി അല്ലെങ്കിൽ ചാവുന്നതിന് തുല്യമായിരിക്കുന്നു എന്നുള്ളൊരു വിശകലനം നടത്തിയവരാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതിവിശേഷം. സമാജ്വാദി പാർട്ടിയുമായിട്ട് ഉത്തർപ്രദേശിൽ ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ജാർഖണ്ഡല്ല, പിന്നെ ആം ആദ്മി പാർട്ടിയായിട്ട് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും, ഡൽഹിയിൽ, ഗുജറാത്തിൽ, ഗോവയിൽ, ഹരിയാനയിൽ, ചണ്ഡീഗഡിലെ ഏക ലോക്സഭാ സീറ്റിലും ഏതാണ്ട് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഏതാണ്ട് അസാധ്യം എന്ന് കരുതിയിരുന്ന 3 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബംഗാൾ, 2 ഡൽഹി, 3 പഞ്ചാബ്. ഈ പറയുന്ന പഞ്ചാബിൽ ഈ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ BJP കയറി വരുമെന്നുള്ള ഭയം കൊണ്ടാണ്, അല്ലാതെ അവിടെ സീറ്റ് ധാരണ സാധ്യമല്ലാത്തത് കൊണ്ടല്ല. കേരളത്തിൻ്റെ സമാനമായ സ്ഥിതിവിശേഷമാണ്. ഇവിടെ BJP ഒരു മുഖ്യ ശക്തി അല്ലാതിരിക്കുന്നു. അപ്പോൾ ആം ആദ്മിയും കോൺഗ്രസും അവിടെ യോജിച്ചാൽ BJP അവിടെ പ്രധാന പ്രതിയോഗിയായി വരും. അകാലിദൾ എന്ന് പറയുന്നത് ചത്തു കഴിഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് വീണ്ടും ഉണർത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് നിലനിൽപ്പിന്റെ മത്സരമല്ലേ, നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടി, നിലനിൽപ്പിന്റെ മത്സരം കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. രാഹുലിന് ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്, 4 ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയ സ്ഥലം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദർശത്തിലേക്ക് വരിക? അല്ല, അതിനകത്ത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണി അതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളത് കോൺഗ്രസ് ഒന്ന് പറഞ്ഞു തരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലീഗ് ആ സീറ്റാണ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനോട്. ഞങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പൽ പാർട്ടി, UDFിലെ പ്രിൻസിപ്പൽ പാർട്ടി ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മത്സരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അവർ പറയുന്ന കാര്യം ന്യായമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ന്യൂനപക്ഷത്തെ ഉത്തരേന്ത്യയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അവർ പലയിടങ്ങളിലും ഒരു 9% മുതൽ 20-23% വരെ പല സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുണ്ട്. പക്ഷെ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിയമസഭയിൽ പോലും മത്സരിപ്പിക്കില്ലെന്നേ. ഒരൊറ്റ സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ മത്സരിപ്പിക്കാത്ത സാഹചര്യമാണുള്ളത്. അത് BJPയുടെ ഒരു തന്ത്രമാണ്. അത് സ്വാഭാവികമായും കോൺഗ്രസിലേക്കും മറ്റ് മതേതര പാർട്ടികളിലേക്കും എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന് അവിടെ ജയിക്കാനാകില്ല എന്ന് പറഞ്ഞ് ഇവിടെ നേരെ വരികയാണ്. എവിടെ? വയനാട് പോലെ. ഈ വയനാട് മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അതൊരു മടുപ്പായി മാറാൻ പോവുകയാണ്. അത് ഒരു റിപ്പിൾ എഫക്റ്റും ഇപ്പോൾ വടകരയ്ക്കോ കണ്ണൂരിനോ കോഴിക്കോടിനോ ഏതെങ്കിലും പൊന്നാനിക്കോ ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടാക്കില്ല. പകരം രാഹുൽ ഗാന്ധി UDFിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ബാധ്യതയായി കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ആർഗ്യുമെന്റിൽ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി ആരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നതും 40% മുകളിൽ വോട്ടുള്ളതും ആർക്കാണ്? കോൺഗ്രസിനാണോ CPIക്കാണോ? അപ്പോൾ ജയിക്കുന്നവർ മാത്രം അവരുടേതാണോ? അല്ലല്ല, ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രത്തിൽ ആ വോട്ട് ഷെയറിൽ CPIക്കാണോ അതല്ല കോൺഗ്രസിനാണോ വോട്ട് ഷെയർ കൂടുതൽ? കോൺഗ്രസിനാണ് വോട്ട് ഷെയർ. അപ്പോൾ അത് കോൺഗ്രസിന്റെ മണ്ഡലമാണല്ലോ. അടിസ്ഥാനം അതെങ്ങനെ? നിരന്തരം കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. മത്സരം എന്ന് പറയുന്നത് ജയിക്കുന്നയാളുടെ പാർട്ടിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ വിന്നബിലിറ്റി ഉള്ള പാർട്ടിയാണ്. അവിടുത്തെ വിന്നബിലിറ്റി മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ കൂടുതലായി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഒരു തവണ പോലും CPI വിജയിച്ചു കയറാത്ത, ഒരു തവണ പോലും 40% മുകളിലേക്ക് വോട്ട് ഷെയർ ഉയരാത്ത ഒരു പാർട്ടിയായി CPI വയനാട്ടിൽ തുടരുമ്പോ ഒരു സംശയം, ഒരു മണ്ഡലത്തിലെ മത്സരിക്കണമെങ്കിൽ എത്ര ശതമാനം വോട്ട് ഷെയർ? മുന്നണിയിൽ എങ്ങനെയാ ചർച്ച ചെയ്യുക? ഇതൊരു മുന്നണി സംവിധാനമാണെങ്കിൽ നിങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് CPIക്ക് വിട്ടുകൊടുക്കണോ എന്നതാണല്ലോ ചർച്ച. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്ന ഘട്ടത്തിലല്ലേ അതിന് പ്രസക്തിയുള്ളൂ. പക്ഷെ ഇവിടെ എന്താ, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ സിറ്റിംഗ് MP ആയി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം, 2019 ഇന്ത്യ മുന്നണി ഇല്ല, ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം ഇന്ത്യ മുന്നണിയിലെ ദേശീയ വനിതാ നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം വന്ന് മത്സരിക്കുകയാണ്.
അതാണ് എന്റെ ചോദ്യം. അതെന്ത് മെസ്സേജാ കൊടുക്കുക? അല്ല, ഇതിനകത്ത് എങ്ങനെയാണോ അരുണിനെ പോലെ ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ കോൺഗ്രസും ലെഫ്റ്റും നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വയനാട് എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വന്ന് മത്സരിക്കരുത് എന്ന് മാത്രമേ CPIയെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമുള്ളൂ. അല്ല, അങ്ങനെ മത്സരിച്ചുകൊണ്ട് CPIയുടെ കുപ്പായം ഊരി പോകുമെന്നല്ല CPI പറയുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾക്ക് അതേ നാണയത്തിൽ എതിർക്കേണ്ടി വരും എന്നാണ് CPI പറയുന്നത്. ഇപ്പോൾ അരുണിന്റെ വാദം അനുസരിച്ചാണ് എങ്കിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ അവിടെ CPI വിട്ടുകൊടുക്കണം. അല്ല, ഇതാണ് പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ ഇന്ത്യ മുന്നണി വേണ്ട എന്ന നിലപാടെടുത്തത്? എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് CPM പുറത്തു പോകാൻ തീരുമാനിച്ചത്? ചോദ്യങ്ങളാണ്. നിങ്ങൾ ആരെ എതിർക്കുന്നത് ഈ ലോക്സഭാ ഇതിനൊക്കെ കൃത്യമായ ഉത്തരവുണ്ട്. ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിലും CPM ഉണ്ടാകില്ല. കാരണം അതിനൊരു മുന്നണി സ്വഭാവമല്ല, മുന്നണി സ്വഭാവം ആവശ്യമില്ല. 1964 ശേഷം പാർട്ടി പരിപാടി ഒന്ന് 1964 ശേഷം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള അവസ്ഥ സംസ്ഥാനത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ച്, രാജ്യത്ത് 400 കടക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാതെ. 1964 ശേഷം 2 ചോദ്യങ്ങളാണ് അരുൺ ചോദിച്ചത്. ഒന്നാമത്തത്, എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPM ഇല്ലാത്തത്? 64-ലാണല്ലോ ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത്. ഇന്നേ വരെ ദേശീയ തലത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല CPIM. ഇന്നേ വരെ അത് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഒന്ന് ഞാൻ പറഞ്ഞു, അല്ല, ഈ തെറ്റിക്കാൻ വേണ്ടി തെറ്റിക്കാനല്ല, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പറയൂ. പൊളിറ്റിക്കൽ പോയിന്റ് ഇതാണ്. ഈ പൊളിറ്റിക്കൽ നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്താണ്? ആ ചോദ്യം എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് CPM മാറി നിൽക്കുന്നത്? അത് ഇന്ന് 2023 ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോ CPM പുതുതായി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ നയമല്ല. 64 ഈ പാർട്ടി ഉണ്ടായത് മുതൽ ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെയും ഭാഗമായിരുന്നില്ല. ബംഗാളിൽ ഇടതുമുന്നണിയും, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ത്രിപുരയിൽ ഇടതുമുന്നണിയും എന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. യു പിയിലെ പോസ്റ്റ് പോൾ അലയൻസിൽ എന്തുകൊണ്ടാണ് മുന്നണിയുടെ ഭാഗമാകുമ്പോഴും മുന്നണിയുടെ നയത്തിന്റെ കാര്യത്തിലും CPM ഇടപെടുന്നത്? ഇല്ല, യുപിയുടെ ഭാഗം അല്ലല്ലോ CPM. ആര് പറഞ്ഞു യുപിയുടെ ഭാഗമല്ല? അല്ല സാറേ, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കൂ. നോക്കൂ, പുറത്തുനിന്ന് നിങ്ങൾ പിന്തുണ കൊടുക്കുമ്പോഴും നയകാര്യങ്ങൾ അല്ല, കോമൺ മിനിമം പ്രോഗ്രാം. അതാണ് സാർ ചോദ്യം. CMPയിൽ വരുമ്പോൾ നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി തത്വത്തിലായി കഴിഞ്ഞു. യുപിയെയും ഇടതുപക്ഷത്തെയും ബ്രിഡ്ജ് ചെയ്യുന്ന കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്, നിരുപാധിക പിന്തുണയാണ് ഇടതുപക്ഷമുള്ളത്. അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ളത്. 1964 മുതൽ 2024 വരെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല. ആ രാഷ്ട്രീയ സാഹചര്യം അത് അവരുടെ പാർട്ടി കോൺഗ്രസിൽ അവർ കഴിയില്ലല്ലോ. ഇത് നമ്മുടെ നിലപാടല്ലേ? ആ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPM കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന അഭിപ്രായം എന്റേതാണ്. ആയിക്കോട്ടെ, കാരണം എന്താണ്? കാരണം നിങ്ങൾ എതിർക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾ എതിർക്കാൻ പോകുന്നത് 400 സീറ്റിലേക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ ദുർബലമാക്കുന്ന ഒരു എഫക്ട് ഉണ്ടാവുന്നത്. ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം പാടില്ല എന്നാണ് അരുണിന്റെ വാദം. ശരി, ഞാൻ സമ്മതിച്ചു. ആനി രാജയുടെ സാന്നിധ്യത്തിലൂടെ യഥാർത്ഥത്തിൽ CPI രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും പിള്ളേര് കളിയല്ല എന്നുള്ളതാണ്. നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്. ആനി രാജയും അവിടെ ഒരു ലോക്സഭാ സീറ്റിൽ നിങ്ങൾ എത്ര വോട്ടിന് ജയിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്നും CPI അല്ലെങ്കിൽ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെ രണ്ടാമത്തെ ശക്തമായ കക്ഷിയാണ്. മാത്രമല്ല, ആനി രാജ ഇന്ന് വയനാടിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. നേരത്തെ പറഞ്ഞ 25% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. നേരത്തെ ഇപ്പൊ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എന്നൊരു കാര്യം പറയൂ.
CPI വേറെ ഏത് വനിതാ അത് നേതാവ്? തന്നെയാ പറഞ്ഞത്. അപ്പൊ അത് ശരി. നിങ്ങൾ ആനി രാജയെ കൊണ്ടുവന്ന് നിങ്ങൾ നിർത്തുന്നത് ഭിന്നമത്യ- ആർക്കെതിരെയാണ്? ഇല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ലല്ല, വെറുതെ കൊണ്ട് നിർത്തിയാണ് ആനി രാജ എന്ന് ഇപ്പൊ പറയുന്നത്. എം വി നികേഷ് കുമാർ പറഞ്ഞ കോൺഗ്രസിന് കൊടുക്കുന്ന മെസ്സേജ്, ഈ കോൺഗ്രസിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണോ CPI ആനി രാജയെ അതിനെന്താ സംശയക്കാരത്തില് ഇല്ല, ഇല്ല, ഒരു ഇല്ല, സംശയക്കാരത്തിൽ ഇല്ല, നോക്ക് ഈ ഇവിടെ പറയുന്ന കേരളത്തിൽ ഒരു മത്സരമാണ് second. എന്നുള്ള കാര്യം നോക്ക്, നേരത്തെ ഓർക്കണം. ഇപ്പോൾ പ്രത്യേക കോൺഗ്രസിന് ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മാത്രമേ കോൺഗ്രസിന് അതിന്റെ സമുന്നതനായ നേതാവിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചുളൂല് ജയിപ്പിച്ചു വിടണം. ചുളൂല് ജയിപ്പിച്ചു ജയിപ്പിച്ചു വിടാൻ വിടാൻ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ചുളൂല് ജയിപ്പിച്ചു വിടാൻ അതാണ് മണ്ഡലമാണ്. ആ മണ്ഡലം എന്റെ തീരുമാനിക്കും. സ്മൃതി അങ്ങനെ പറഞ്ഞുകൂടാ. ഇന്ന് നിങ്ങൾ നോക്കൂ തിരഞ്ഞെടുപ്പിന്റെ- എങ്കിൽ പിണറായി വിജയൻ വാരണാസി മത്സരിക്കട്ടെ. എങ്കിൽ പിണറായി വിജയൻ വാരണാസി മത്സരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നോക്കൂ. ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമോ എന്നാണ് നികേഷ് കുമാർ പറയുന്നത്. സ്മൃതി ഇറാനി തലയിൽ ഒരു കുടവും വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? അമേഠിയില് അവരുടെ വീടിന്റെ പാല് കാച്ചലാണ് പോലും. കഴിഞ്ഞ 5 വർഷം ഇല്ലാത്ത പാല് കാച്ചൽ ഇതാ ഇന്നാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നടത്തുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യം ഉണ്ടാക്കിയ ദിവസമാണ് അവർ പാല് കാച്ചൽ നടത്തുന്നത്. പാലുകാച്ചൽ എന്താ സാർ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ നല്ല 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 അവസരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് പാല് കാച്ചുന്നത്. അവർക്കൊരു പ്രതിസന്ധി തോന്നുന്നുണ്ട്. ആർക്ക്? സ്മൃതി ഇറാനിക്ക്. രാഹുൽ ഗാന്ധിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞാൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും രാഷ്ട്രീയമായി ഗൗരവത്തോടു കൂടി കാണുന്ന ആൾ തന്നെയാണ്. പക്ഷെ ആ ഗൗരവം അവർ ഉൾക്കൊള്ളണം. ഞാൻ എന്നെ പോലുള്ള ഒരു സാധാരണ വോട്ടർ അവരെ ഗൗരവത്തോടു കൂടി കാണുമ്പോൾ ആ ഗൗരവം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണണം. പോയി മത്സരിക്കണം അമേഠിയില്. അല്ലെങ്കിൽ ഇനി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണമെങ്കിൽ താമര ചിഹ്നത്തിനെതിരെ മത്സരിക്കാനുള്ള ചങ്കുറപ്പ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒരു ചോദ്യം, പൊന്നാനിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കാത്തത് എന്താ? അല്ല അരുണേ, ഇതൊന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. നമ്മുടെ പൊന്നാനിയിലും ഹംസയാണ് അവിടെ സാധ്യത. സാധ്യതയുള്ള സ്ഥാനാർത്ഥി അവിടെ എ വിജയരാഘവനേക്കാൾ അതാണ് പ്രശ്നം. അതെ, ഞാനും അത്രേ പറയുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഒറ്റ ആർഗ്യുമെന്റ്, വയനാട്ടിലും ഇവിടെയും ഒരു ആർഗ്യുമെന്റ്. വയനാട്ടിലും പൊന്നാനിയിലും. പൊന്നാനി ആരുടെ സീറ്റാണ്? മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. പക്ഷെ അത് LDFന്റെ സീറ്റല്ലേ? പക്ഷെ LDF മത്സരിക്കുന്നുണ്ട്. ആ LDF മത്സരിക്കുമ്പോൾ CPMന് എന്തുകൊണ്ടാണ് അവിടെ ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് മെസ്സേജ് കൊടുക്കാത്തത് മുസ്ലിം ലീഗിന്? ഇത് പൊന്നാനിയിലെ ശക്തമായ പോരാട്ടമാണ്. ആര്? ഹംസ. അല്ല ഹംസ അവിടെ പോയി പിണറായി വിജയൻ പറയുമ്പോ ഒരു കാര്യം പറഞ്ഞ് പുച്ഛിച്ചിട്ട് അതിൽമേൽ ഇരുന്നിട്ട് രാഷ്ട്രീയം പറയുന്ന പോലെ പറയരുത്. നിങ്ങൾക്ക് പൊന്നാനിയിൽ പിണറായി വിജയനെ മത്സരിപ്പിച്ചാലാണോ ഹംസയെ മത്സരിപ്പിച്ചാലാണോ കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചാൽ പൊന്നാനിയിൽ പിണറായി വിജയൻ മത്സരിച്ചാലും ഹംസയാണ്. എന്താ സംശയം? അതുകൊണ്ടാണ് ഹംസ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. തൊട്ടടുത്ത് ഇപ്പൊ പൊന്നാനിയിൽ എ വിജയരാഘവന്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പൊന്നാനിയിൽ മത്സരിക്കാതെ എ വിജയരാഘവൻ പാലക്കാട് മത്സരിക്കുന്നത് എ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം മുൻ MP എന്നുള്ള നിലയിൽ കൂടുതൽ സാധ്യത പാലക്കാടാണ്. ഹംസയ്ക്ക് മുസ്ലിം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്ന CPMന്റെ ഒരു വിശ്വാസം. ഞാൻ കരുതുന്നില്ല അത് പൊന്നാനിയിൽ വലിയ നിലയിൽ ഒരു മുസ്ലിം വോട്ടൊന്നും കൺസോളിഡേറ്റ് ചെയ്യാൻ. അപ്പോൾ ആനി രാജയെ ദേശീയ നിർവാഹക സമിതി അംഗത്തെ മത്സരിപ്പിക്കുന്നതോ? ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് ഒരു മലയോര കർഷക എന്നുള്ള നിലയിലുള്ള അവരുടെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കൂ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്. രണ്ട്, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഇഷ്യൂസിൽ ഇടപെടുന്ന ശക്തിയായിട്ടുള്ള നേതാവ്, CPIയുടെ വനിതാ വിഭാഗത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷ. ഈ പറയുന്ന റോളിലാണ് വയനാട്ടിൽ മത്സരം കടുക്കാൻ പോകുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ഈ ഒരു ഘട്ടത്തിലും ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വത കാണിക്കും. വയനാട്ടിലേക്ക് അദ്ദേഹം വരില്ല എന്നാണ് എൻ്റെ ഈ തൊട്ടടുത്തുള്ള രാഷ്ട്രീയ പ്രായോഗികതയാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ചെന്ന് മലപ്പുറത്ത് മത്സരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ഷുവർ ബെറ്റാണ്. വയനാട് അത്ര ഷുവർ ബെറ്റല്ല. ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഷുവർ ബെറ്റ് മലപ്പുറം. മലപ്പുറത്ത് പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തൊട്ടടുത്ത് ഞാൻ നിർദ്ദേശിക്കട്ടെ. ഞാൻ ഈ രാജ്യത്തെ വോട്ടാണ്, ഞാൻ നിർദ്ദേശിക്കും. നോക്കൂ, തൊട്ടടുത്ത് കന്യാകുമാരി, അല്ല അങ്ങനെയാണെങ്കിൽ K രാധാകൃഷ്ണൻ മത്സരിച്ചതുപോലെ പിണറായി വിജയൻ മത്സരിക്കട്ടെ. അതെ, പുതുപ്പള്ളി വന്ന് പിണറായി വിജയൻ മത്സരിക്കട്ടെ. പിണറായി വിജയൻ മത്സരിക്കട്ടെ, നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ കാര്യം കൂടെ ഒന്ന് പറയട്ടെ. ഈ സഭകളുടെ ശരിയാണ്,
മലയോര കർഷകരുടെ രോഷം ആളിക്കത്തുകയാണെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല. ഇപ്പോഴത്തെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സിൽ പ്രധാനപ്പെട്ട ഘടകമായി വരാൻ പോകുന്നത് മലയോര കർഷകരുടെ രോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ശശീന്ദ്രൻ്റെ ഒക്കെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ദേഷ്യം വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ അവർക്ക് വേണ്ടി ഈ സംസ്ഥാന മന്ത്രിസഭയിലെ വനം മന്ത്രി ഒരു ചുക്കും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ രോഷം ആളിക്കത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് രൂപതയുടെ ഒരു പൊളിറ്റിക്കൽ നിലപാടിലൂടെയാണ് എന്നുള്ളത് നമ്മൾ കാണരുത്. രൂപതയ്ക്കൊക്കെ വളരെ പരിമിതമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം മാത്രമേ ഇപ്പോൾ മലയോര കർഷകർ അത് പള്ളി വിളിച്ച ഞാനാണെങ്കിലും പോകുന്നത്, ഞാനൊരു ഇടയനാണെങ്കിലും ആ ഭാഗത്തെ ഒരു അല്ല, അതൊക്കെ സ്മൃതിയുടെ ആഗ്രഹങ്ങൾ നടന്നോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ എന്നുള്ള ആ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ചർച്ച് ബില്ലിന്റെ കാര്യത്തിനകത്തും കഴിഞ്ഞ തവണ ഈ പറയുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ വരുമ്പോഴും ഈ ചർച്ച് ബില്ല് നമ്മുടെ മുമ്പിൽ ഏറിലുണ്ട്. ഇപ്പോഴും ചർച്ച് ബില്ലിന്റെ രൂപം എന്താണെന്ന് നമുക്കറിയില്ല, ഏത് തരത്തിലാണ് വരുന്നതെന്ന് അറിയില്ല. ചർച്ച് ബില്ല് വന്നാലുള്ള ഈ ഓർത്തഡോക്സ് വോട്ടൊന്നും സാധാരണഗതിയിൽ CPM-നോ LDF-നോ കിട്ടുന്നതല്ല. പക്ഷേ യാക്കോബായ വോട്ടുകൾ CPM-ലേക്കോ LDF-ലേക്കോ വരാനുള്ള ഒരു കാരണമായി ചർച്ച് ബില്ല് മാറാം. അത് പക്ഷേ പുതുപ്പള്ളിയിൽ വന്നില്ലല്ലോ എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണം തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? പുതുപ്പള്ളിയിൽ ആ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. കംപ്ലീറ്റ്ലി നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി അത് ഉമ്മൻചാണ്ടിയുടെ ഒരു ഓർമ്മയിൽ നടന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങളിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. അതൊന്നും ഒരു സാമ്പിൾ കേസേ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചർച്ച് ബില്ല് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും ആ കാൽക്കുലേറ്റഡ് റിസ്ക് ശരിക്കും പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. യാക്കോബായ വോട്ടുകളാണ് എന്നുള്ളതാണ്. ചാലക്കുടിയാണ് ഏറ്റവും കൂടുതൽ യാക്കോബായ വോട്ടുള്ളത്. അവിടെ പക്ഷേ ചർച്ച് ബില്ലിനെ ഉപയോഗിച്ച് വോട്ട് നേടാൻ വേണ്ടി നമ്മുടെ സാജു പോളിനെ അല്ല നിർത്തിയിട്ടുള്ളത്, രവീന്ദ്രനാഥിനെയാണ് നിർത്തിയിട്ടുള്ളത്. കൊങ്ങിണിയാണ് രവീന്ദ്രനാഥന് അവിടെ ഒരു കമ്മ്യൂണിറ്റിയും ഇല്ല. സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഈ പറയുന്ന മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി വോട്ട് പിടിക്കുന്ന രീതിയിലോ സ്ഥാനാർത്ഥി നിർണ്ണയം LDF നടത്തിയിട്ടുമില്ല ഇപ്രാവശ്യം. അപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി ഒരു മുഴം മുൻപേ എത്തുമ്പോൾ ചോദ്യം പോരാട്ടം കടുക്കുമോ എന്നായിരുന്നു. കടുക്കും എന്ന് തന്നെയാണ് 5 പേരുടെയും അഭിപ്രായം. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കണ്ടുമുട്ടാം നാളെ രാത്രി. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Meet the editors.